നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. പഞ്ചമി ശ്രദ്ധിച്ചു കേട്ടു. ഭാര്യയുടെ ശരീരത്തിൽ ചാരിയിരുന്നു കൊണ്ട് വരരുചിയും കഥ കേട്ടു. ഒരമ്മയ്ക്ക് മക്കളെക്കുറിച്ചറിയേണ്ടതെല്ലാം അറിഞ്ഞു. ഒരാൾ വേദശാസ്ത്ര പണ്ഡിതൻ, മറ്റൊരാൾ പറയൻ, ഒരാൾ അലക്കുകാരൻ, ഒരു മകൻ ആശാരി, മകൾ പണ്ഡിതയായ രാജകന്യക, ഒരാൾ വൈശ്യൻ, ഒരുത്തൻ ബുദ്ധിപ്രഭാവനായ വിരക്തൻ. പഞ്ചമി പൊട്ടിപ്പൊട്ടിച്ചിരിച്ചു. വരരുചി തളർന്ന് പഞ്ചമിയുടെ ശരീരത്തിലേക്ക് ഒന്നുകൂടി ചാരിയിരുന്നു. പഞ്ചമി ഭർത്താവിനെ നിലത്ത് കിടത്തി. ഭാണ്ഡം തലയിണയായി വെച്ചു. അവൾ എഴുന്നേറ്റു. മക്കളും. പഞ്ചമി മക്കളെ ഓരോരുത്തരെയായി തലോടി. മാറി മാറി അവരുടെ മുഖത്തേക്കുറ്റുനോക്കി. പെട്ടെന്ന് പഞ്ചമിയുടെ മുലകൾ ചുരന്നു. മാറിടത്തിൽ നിന്നും നീരുറവ പൊട്ടിപ്പുറപ്പെട്ടു. പെട്ടെന്നത് ശക്തമായ ഒരു വെള്ളച്ചാട്ടമായി മാറി. കേരളത്തിലെ നദികൾ മക്കളുടെ കൺമുന്നിൽ തെളിഞ്ഞു. നദികളിലെ ഒഴുക്കിൽ തങ്ങളുടെ പെറ്റമ്മയുടെ മുഖവും ഒഴുകുന്നുണ്ടെന്ന് അവർക്ക് തോന്നി. പഞ്ചമി കുഴഞ്ഞു വീണു. ഭർത്താവിൻ്റെ പാദങ്ങളിൽ തൊട്ടുരുമിക്കൊണ്ട് അവൾ കിടന്നു. വരരുചിയുടെ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു കഴിഞ്ഞിരുന്നു. പഞ്ചമിയുടെയും. അമ്മേ, അച്ഛാ. 11 മക്കളിൽ നിന്നും വിളികളുയർന്നു. 12ാമത്തെ മകന് വിളിക്കാൻ വായില്ല. എങ്കിലും അവൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. പെട്ടെന്നവൻ അപ്രത്യക്ഷനായി. കാരക്കിലമ്മ പഞ്ചമിയുടെ കാലടികളിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. അമ്മേ, എൻ്റെ അമ്മേ. നദീതീരത്ത് ചിതയൊരുങ്ങി. വരരുചിയുടെയും പഞ്ചമിയുടെയും ഭൗതിക ശരീരം ചാമ്പലായി മാറി. 11 മക്കളും ഒന്നിച്ച് തർപ്പണം ചെയ്തു. എല്ലാവരും അച്ഛനമ്മമാരെ മനസ്സിൽ ധ്യാനിക്കുവിൻ. എല്ലാം അവരുടെ ഓർമ്മയ്ക്കു മുന്നിൽ സമർപ്പിക്കുവിൻ, അഗ്നിഹോത്രി പറഞ്ഞു. പറയനും പുലയനും ബ്രാഹ്മണനും തച്ചനും അലക്കുകാരനും ക്ഷത്രിയനും ഒന്നിച്ചവിടെ മാതാപിതാക്കളുടെ ഉദകക്രിയ നടത്തി. അപ്പോൾ വായില്ലാക്കുന്നിലപ്പൻ്റെ ക്ഷേത്രത്തിൽ കുടമണികൾ ശബ്ദിച്ചു. നാം എല്ലാവരും ഒരമ്മയുടെ ഉദരത്തിൽ നിന്നും വന്നവരാണ്. ഒരച്ഛൻ്റെ സന്തതികളാണ്. നമുക്ക് തമ്മിൽ വ്യത്യാസങ്ങളില്ല. നമ്മുടെ സംസ്കാരവും ആചാരവും ഭിന്നമായിരിക്കാം. നമുക്കതൊന്നും ഒരു പ്രശ്നമാകരുത്, അഗ്നിഹോത്രി പറഞ്ഞു. സ്നേഹമാകുന്ന നൂലിൽ കോർത്ത മുത്തുമണികളായി എന്നും നമുക്ക് കഴിയണം, കാരക്കിലമ്മ പറഞ്ഞു. തീർച്ചയായും വേണം. എല്ലാ വർഷവും ഇതേ ദിവസം നമുക്ക് എൻ്റെ ഇല്ലത്ത് ഒത്തുകൂടണം. ആണ്ടുശ്രാദ്ധം അവിടെ വച്ചാവട്ടെ, അഗ്നിഹോത്രി പറഞ്ഞു. വർഷത്തിലൊരിക്കൽ നമ്മൾ തമ്മിൽ കണ്ടാൽ മതിയോ ഏട്ടാ? നാറാണത്ത് ചോദിച്ചു. പോരാ, എന്നും എപ്പോഴും നമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കണം നാറാണത്തെ. ഒന്നുകൂടി വിളിക്കൂ ഏട്ടാ എന്ന്, ഒന്നുകൂടി വിളിക്കൂ. നാറാണത്ത് ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് വിളിച്ചു. ഏട്ടാ, എല്ലാവരും വിളിക്കിൻ. ഏട്ടാ, ഏട്ടാ, ഏട്ടാ. നദീതീരം ശബ്ദമുഖരിതമായി. നദീതീരത്തെ ആ 2 ചിതകൾ അപ്പോൾ നീറി കത്തുന്നുണ്ടായിരുന്നു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. വായിച്ചത് പ്രീതി.